അടി 7 ഇഞ്ച് നഗരത്തിൽ മഞ്ഞു വർഷിച്ചു. അകമ്പടിയായി മണിക്കൂറിൽ 50 മൈലോളം വേഗതയുള്ള തണുപ്പേറിയ കാറ്റും. ഇതിൽ നിന്ന് സംരക്ഷണമേകാൻ സൗകര്യമില്ലാത്ത ചെറിയ കുടിലുകളിൽ താമസിക്കുന്നവർക്കായി ന്യൂയോർക്ക് നഗരസഭ ഊഷ്മളമായ താമസ സൗകര്യങ്ങളും ആഹാരത്തിനുള്ള ഏർപ്പാടുകളും ചെയ്തു കൊടുത്തു. JFK വിമാനത്താവളം അടച്ചിടേണ്ടി വന്നു. അതുപോലെ തന്നെയായിരുന്നു നഗരത്തിലേക്കുള്ള റെയിൽ റോഡ് മാർഗങ്ങളുടെ ഗതിയും. 8 ദിവസത്തിനകം രണ്ടാമത്തെ തവണയും മഞ്ഞുമൂടൽ പ്രമാണിച്ച് നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. ഒരു ഏകാഗിയായ വ്യക്തിയെന്ന നിലയിൽ ഭക്തിവേദാന്ത സ്വാമിക്ക് ആ ഹിമവാതം സൃഷ്ടിച്ച അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലോ പത്രവാർത്താ ശീർഷകങ്ങളിൽ നിന്ന് അദ്ദേഹം വായിച്ചറിഞ്ഞ അന്താരാഷ്ട്ര സമരങ്ങളുടെ കാര്യത്തിലോ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം അതിനെ കലിയുഗ ലക്ഷണങ്ങളായി മാത്രം കാണുകയായിരുന്നു. ഭൗതിക ലോകത്തിൽ കഷ്ടപ്പാടെന്നത് കൂടപ്പിറപ്പാണ്. എന്നാൽ ഈ ന്യൂയോർക്ക് നഗരത്തിലേക്ക് ശ്രീ രാധയെയും കൃഷ്ണനെയും കൊണ്ടുവരാൻ തനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പരമപുരുഷന് അസാധ്യമായത് എന്താണുള്ളത്? ഈ കലിയുഗത്തിലും ഒരു സുവർണകാലം പ്രത്യക്ഷപ്പെട്ടേക്കാം. അതിൽ ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യാം. അമേരിക്കക്കാർ ഈ കൃഷ്ണാവബോധ തത്വങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ലോകം മുഴുവൻ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല. അങ്ങനെ ശാസ്ത്ര ചക്ഷുസിലൂടെ ഭക്തിവേദാന്ത സ്വാമി ആ കൊടുങ്കാറ്റിനെയും തണുപ്പിനെയും അതിജീവിച്ചുകൊണ്ട് തന്റെ കൃഷ്ണാവബോധ ദൗത്യത്തെ അതിന്റെ നേരിയ യാത്രാപഥത്തിലൂടെ മെല്ലെ മുന്നോട്ടു നടത്തി. ദൂരെ നിന്ന് കാണുമ്പോൾ മാൻഹാട്ടൻ തെരുവുകളിലും രാജവീഥികളിലും സഞ്ചരിക്കുന്ന മറ്റനേകം കൃശഗാത്രരുടെ കൂട്ടത്തിൽ ഒരു വിദേശീയൻ, അത്രമാത്രം. നമുക്ക് കാണാൻ കഴിഞ്ഞത് ഭക്തിവേദാന്ത സ്വാമിയുടെ ബാഹ്യരൂപം മാത്രം. ഈ വിഷമം പിടിച്ച നാളുകൾ വളരെ അരോചകങ്ങളും ബുദ്ധിമുട്ടേറിയതും ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആധ്യാത്മിക അവബോധം തികച്ചും സർവാതിശായിയായിരുന്നു. അദ്ദേഹം മാൻഹാട്ടൻ സംസ്കാരത്തിലല്ല ജീവിച്ചിരുന്നത്, മറിച്ച് ഭഗവാൻ കൃഷ്ണനോടുള്ള ആശ്രയത്തിലാണ് നിലനിന്നിരുന്നത്. അത് നമുക്ക് കാണാൻ കഴിയും. ജലദൂത കപ്പൽ യാത്രയിൽ വെച്ച് ഹൃദയാഘാതങ്ങൾ പീഡിപ്പിച്ചപ്പോൾ ചൈതന്യ ചരിതാമൃത പാരായണം അദ്ദേഹത്തിന് ജീവന്റെ അമൃതരസം പ്രദാനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിജയം നേരത്തെ തന്നെ സുനിശ്ചിതമായിരുന്നു. ന്യൂയോർക്കിൽ ഒരു രാധാകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് വാസ്തവത്തിൽ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ലോകം അദ്ദേഹത്തെ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ന്യൂയോർക്ക് നഗരത്തിൽ 1965-66 കടുത്ത മഞ്ഞുകാലത്ത് പോലും അദ്ദേഹത്തിന് ഭഗവാൻ കൃഷ്ണനെ സ്മരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം. ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവത പരിഭാഷയിൽ ഏർപ്പെടാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന് പ്രസാദം അർപ്പിക്കാതെയും ഭഗവത്ഗീതയിലെ തത്വചിന്തകളെ കുറിച്ച് സംസാരിക്കാതെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല, എനിക്ക് അവനും നഷ്ടപ്പെടുകയില്ല. കൂടാതെ കൃഷ്ണൻ പരിശുദ്ധ ഭക്തന്മാർക്ക് കൊടുക്കുന്ന മറ്റൊരുറപ്പുമുണ്ട്, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുകയില്ല, പരാജയപ്പെടുകയില്ല. ഭക്തിവേദാന്ത സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ സംശയമില്ലായിരുന്നു. എന്നാൽ അമേരിക്കക്കാർ തങ്ങളുടെ ഇടയിൽ വന്നെത്തിയിരിക്കുന്ന ഈ പരിശുദ്ധ ഭക്തനെ ശ്രദ്ധിക്കുമോ അഥവാ കാണാൻ ഇടയാകുമോ എന്നതു മാത്രമായിരുന്നു ചോദ്യം. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ആരും അദ്ദേഹത്തെ കാര്യമായി കണ്ടു തുടങ്ങിയിട്ടില്ലെന്ന പ്രതീതിയാണ് ഉളവാകുന്നത്. ഫെബ്രുവരി 15 ഭക്തിവേദാന്ത സ്വാമി ഡോക്ടർ മിശ്രയുടെ യോഗ സ്റ്റുഡിയോയിൽ നിന്നും അതേ കെട്ടിടത്തിലെ മറ്റൊരു മുറി റൂം നമ്പർ 307 താമസം മാറ്റി. പഴയ മുറിയിൽ നിന്നും 2 നില താഴേക്ക് മാറിയായിരുന്നു പുതിയ സ്ഥലം. ഡോക്ടർ മിശ്രയുടെ അഭിപ്രായത്തിൽ മിശ്ര യോഗ സൊസൈറ്റിയിൽ നിന്നും സ്വതന്ത്രമായൊരു സ്ഥലത്തേക്ക് സ്വാമി താമസം മാറ്റി എന്ന് മാത്രം. എന്നാൽ 307 നമ്പർ മുറി ഒരു വീടായോ ആശ്രമമായോ പ്രഭാഷണ ഹാളായോ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള സ്ഥലമായിരുന്നില്ല. കസേര, മേശ തുടങ്ങിയ വീട്ടുപകരണങ്ങളോ ടെലിഫോണോ പോലും ഇല്ലാത്ത ആ മുറി ഒരു ചെറിയ ഓഫീസിന് ഉതകുമാറി ഇടുങ്ങിയ ഒന്നായിരുന്നു. അതിന്റെ വാതിലുകളിൽ പഴയ ഓഫീസുകളിൽ കാണുന്നത് പോലുള്ള അർദ്ധകാരികമായ സ്ഫടിക ഫലകം പിടിപ്പിച്ചിരുന്നു.
വാതിലിന് മുകളിൽ ചില്ലുകൊണ്ട് തീർത്തൊരു ചട്ടവും ഉണ്ടായിരുന്നു. ഭക്തിവേദാന്ത സ്വാമി തറയിൽ തന്റെ ലോഹപ്പെട്ടിയുടെ മുന്നിലായി കമ്പിളിപ്പുതപ്പുകൾ വിരിച്ചു. അതിപ്പോൾ അദ്ദേഹത്തിന് വെച്ചെഴുതാൻ പാകത്തിൽ ഒരു ഡെസ്കിന്റെ രൂപത്തിലായി. അദ്ദേഹം ഉറങ്ങുന്നത് തറയിൽ കിടന്നു തന്നെ. പാചകം ചെയ്യാനോ എന്തിനു കുളിക്കുവാനുള്ള സൗകര്യം പോലും ആ മുറിയിൽ ഇല്ലായിരുന്നു. അതിനാൽ ഇതിനായെല്ലാം അദ്ദേഹത്തിന് ഡോക്ടർ മിശ്രയുടെ ആ പഴയ മുറിയിലേക്ക് പോകേണ്ടതായി വരികയും ചെയ്തു. ഭക്തിവേദാന്ത സ്വാമി ഡോക്ടർ മിശ്രയുടെ യോഗ ആശ്രമമായ 501 നമ്പർ മുറിയിൽ താമസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെലവുകൾ വഹിച്ചിരുന്നത് ഡോക്ടർ മിശ്ര തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ അദ്ദേഹം വീണ്ടും തനിച്ചായി. അദ്ദേഹത്തിന്റെ നിത്യാവശ്യങ്ങൾക്കും പിന്നെ പുതിയ സ്ഥലത്തിനുള്ള പ്രതിമാസ വാടകയായ $72 ഒരേയൊരു വഴി തന്റെ പക്കലുള്ള പുസ്തകങ്ങൾ വിറ്റ് ധനം സമ്പാദിക്കുക എന്നതായി. വെസ്റ്റ് എൻഡ് സൂപ്പററ്റ് എന്നു പേരുള്ള അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും കുറച്ച് മുളക് പൊടി വാങ്ങിയതിന് 25 സെന്റ് ചെലവായി. ഇത് ഇന്ത്യയിലുള്ള വിലയുടെ 10 ഇരട്ടിയോളമെങ്കിലും വരും. അദ്ദേഹത്തിന് വിശ്വാസ്യമായൊരു നിശ്ചിത വരുമാനമില്ല. അതേസമയം ചെലവുകളാകെ കൂടി വരുന്നു. താമസിക്കാനുള്ള സുഖ സൗകര്യങ്ങളാകട്ടെ കുറഞ്ഞു വരുന്നതായും കാണപ്പെട്ടു. എന്നാലും സ്വന്തമായൊരു വാസസ്ഥാനം ലഭിച്ചല്ലോ. ഇനി അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം പ്രചരണം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം ബട്ട്ലർ നോർമൻ ബ്രൗണിന്റെ സംസ്കൃത ക്ലാസ്സിലോ അല്ലെങ്കിൽ ഡോക്ടർ മിശ്രയുടെ യോഗ സംഘത്തിലോ എവിടെയായാലും അദ്ദേഹത്തിന് ഇതിനുള്ള അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരിക്കൽ മാത്രം ജനങ്ങൾ കേട്ടിട്ട് പിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രഭാഷണങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം തോന്നിയില്ല. ന്യൂയോർക്കിൽ സ്വന്തമായൊരു കെട്ടിടം വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് പിന്നിലെ ഉദ്ദേശ്യവും ഇതായിരുന്നു. ജനങ്ങൾ പതിവായി വരണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ആലപിക്കണം, തന്റെ കൂടെ ഇരുന്ന് ഭഗവത് പ്രസാദം സേവിക്കണം. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം മുതലായ ശാസ്ത്രങ്ങളെ കുറിച്ചവർ നിന്ന് കീഴ്നിലയിലെ ആധ്യാത്മിക ഉള്ളൊരു വ്യക്തിക്ക് പോലും ഈ ഇടുങ്ങിയ റെയിൽ ബോഗിയുടെ ആകൃതിയിലുള്ള മുറിയിൽ വിരിപ്പെടാത്ത തറയിൽ ചടഞ്ഞിരിക്കുവാൻ വിഷമമായിരിക്കും. ഭക്തിവേദാന്ത സ്വാമികൾക്കായി ഡോക്ടർ മിശ്രയുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ ഒരു റീൽ ടു റീൽ ടേപ്പ് റെക്കോർഡർ സമ്മാനിച്ചിരുന്നു. അതിൽ ഭക്തിവേദാന്ത സ്വാമി സ്വയം തന്നെ കരതാളങ്ങളുടെ അകമ്പടിയോടെ പാടിയ ചില ഏകാന്ത ഭജനകൾ റെക്കോർഡ് ചെയ്തു. കൂടാതെ ഗീതോപനിഷത്തിനെ ഒരു ആമുഖം എന്ന പേരിൽ ഒരു നീണ്ട തത്വശാസ്ത്രപരമായ ഉപന്യാസവും അദ്ദേഹം അതിൽ പകർത്തി. കുഞ്ച ബിഹാരി ചരാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജന വല്ലഭാ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി जय गोपी जन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरावन चारी जय राधा माधवा
जय कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 रामा राम राम हरे 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 कृष्ण प्रभु जी दंडवत प्रणाम ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु ഹരേ കൃഷ്ണ. നമുക്ക് ഭഗവത്ഗീത 12-ാമത്തെ അധ്യായത്തില് 13-14 2 ശ്ലോകങ്ങളുണ്ട്. അതെടുത്തോളൂ. പ്രഭു എത്രാമത്തെ അധ്യായവാ? മാതാജി 12-ാമത്തെ അധ്യായം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോചയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ശ്രീ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമുക്ക് 12-ാമത്തെ അധ്യായത്തിലെ 13-14 ശ്ലോകം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധേർ യോ മദ്ഭക്ത സമേ പ്രിയഃ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധേർ യോ മദ്ഭക്ത സമേ പ്രിയഃ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധേർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രാ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖാ സുഖാക്ഷമീ സന്തുഷ്ടാ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി അതില് സമദുഃഖ സുഖാക്ഷമി എന്നല്ല, സമദുഃഖ സുഖക്ഷമി എന്നുള്ളൂ കേട്ടോ. അതൊന്ന് നോക്കിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ വായിച്ചോളൂ. അദ്വേഷ്ട സർവഭൂതാനാം
മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹംകാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോ ബുദ്ധിർ യോ മൽഭക്തഃ സ മേ പ്രിയഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കുന്നു പ്രഭു. വായിച്ചോളൂ വായിച്ചോളൂ വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രാ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രാ കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മൽഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മതി. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രാ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമാദുഃഖ സുഖാക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സ മേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സ മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഓം നമോ ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ശ്ലോകം 11. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. ശ്ലോകം 14. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൊല്ലണം മാതായി ചൊല്ലണം ചൊല്ലണം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13-14. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർയോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മഹാരാജ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ചൊല്ലിക്കോട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ചൊല്ലണം. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഈ വേർഡ് ടു വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ആ പർപ്പട്ടും കൂടി വായിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ അത് വായിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഒന്ന് വായിച്ചോളൂ ആരെങ്കിലും ഒരാള്. കൃഷ്ണ പ്രഭു വായിക്കട്ടെ. വായിക്കണം ബ്രോ, വായിക്കണം. പദാർത്ഥങ്ങള് എല്ലാവരും ഒന്ന് ശ്രദ്ധയോട്, ഒരു മിനിറ്റ് പ്രഭു, എല്ലാവരും ഒന്ന് ശ്രദ്ധയോട് കൂടി കേട്ടോളൂ. ഇത് നമ്മുടെ കഴുത്തിൽ അണിയേണ്ട ഒരു നെക്ലസ് ആണ് കേട്ടോ ഈ ശ്ലോകം, ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോ ഒന്ന് ശ്രദ്ധയോട് കൂടി കേട്ടോളൂ. ഹരേ കൃഷ്ണ. പദാർത്ഥങ്ങള് സർവഭൂതാന എല്ലാ ജീവസത്തുകളോടും അദ്വേഷ്ട ദേശഹിതനായി മൈത്രിയുള്ളവനായി കരുണാച ഏവ കരുണയും ഉള്ളവനായി നിർമ്മമഹ നിസ്വാർത്ഥനായി നിരഹങ്കാര മിഥ്യാഹങ്കാരമില്ലാത്തവനായി സമദുഃഖ സുഖ സുഖത്തിലും ദുഃഖത്തിലും സമചിത്തനായി ക്ഷമയുള്ളവനായി സതതം എല്ലായ്പ്പോഴും സന്തുഷ്ടനായി ഭക്തിയോഗിയായി യഥാത്മാ നിയന്ത്രിതാത്മാവായി ദൃഢനിശ്ചയനായി മയി എന്നിൽ അർപ്പിക്കപ്പെട്ട ബുദ്ധികളോട് കൂടിയവനായി യാതൊരുവൻ മദ്ഭക്ത എന്റെ ഭക്തൻ, അതായത് ഉണ്ടോ, സാഹ അവൻ, മേ പ്രിയ എന്റെ പ്രിയനാകുന്നു. വിവർത്തനം: മാത്സര്യം കൂടാതെ സർവജീവസത്തകൾക്കും സുഹൃത്തായി, ഒന്നിലും അവകാശബോധവും അഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനായും നിയന്ത്രിത ആത്മാവായും മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച് ദൃഢനിശ്ചയത്തോടെ
ഭക്തിയൂത സേവന അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കുന്നു. ഭാവാർത്ഥം ശീലപ്രഭുപാദർ കി ജയ്. വിശുദ്ധമായ ഭക്തിയൂത സേവനമെന്ന വിഷയത്തിൽ ഒരു ഭക്തന്റെ അതീന്ദ്രിയ ഗുണങ്ങളെ വിവരിക്കുകയാണ് ഇവിടെ കൃഷ്ണൻ. ഒരു വിശുദ്ധ ഭക്തൻ ഏത് പരിസ്ഥിതിയിലും അസ്വസ്ഥനാവില്ല, ആരിലും ഈർഷ്യാലുവുമാവില്ല. അയാൾക്ക് തൻ്റെ ശത്രുവിനോട് വൈര്യമില്ല. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടാവണം അയാൾക്ക് എന്നോട് വൈര്യമുണ്ടായത്. അതുകൊണ്ട് എതിർക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഇവിടെ ഉത്തമം എന്ന് അയാൾ ഓർക്കും. ശ്രീ ഭഗവത്ഗീത 10.14-8 ഇങ്ങനെ പറയുന്നു: തത് തേ അനുകമ്പാം സമീഷ്യമാണോ ഭുജന്നെ ഏവാത്മകൃതം വിവാകം. ഭക്തന് ഏതെങ്കിലും ദുഃഖമോ കുഴപ്പമോ നേരിടുമ്പോൾ ഭഗവാൻ തന്നോട് കരുണ കാണിച്ചു എന്നായിരിക്കും അയാൾ ഓർക്കുന്നത്. ഞാൻ ചെയ്തതപ്പോൾ തെറ്റുകൾ, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ ഓർക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയധികം ക്ലേശങ്ങളാണ് എനിക്ക് നേരിടേണ്ടത്. ഭഗവത് കാരുണ്യത്താൽ എനിക്ക് കിട്ടിയ ശിക്ഷ എത്രയോ തുച്ഛമാണ്. കിട്ടേണ്ടുന്ന എല്ലാ ശിക്ഷയും എനിക്ക് കിട്ടാത്തത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ. ഇങ്ങനെ ചിന്തിച്ച് എത്ര കടുത്ത ക്ലേശങ്ങൾ നേരിടുമ്പോഴും ഭക്തൻ ശാന്തനും സ്വസ്ഥനുമായിരിക്കും. ശത്രുക്കളോട് പോലും കനിവ് പുലർത്തുകയും ചെയ്യും. ശരീരത്തിന് സഹിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾക്കും വേദനകൾക്കും പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് ധർമ്മമ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭക്തൻ ശരീരത്തെ താനായോ കരുതുന്നില്ല. ഈ ഭൗതിക ദേഹമല്ല താനെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾക്ക് മിഥ്യാഹങ്കാരം ഉണ്ടാവാൻ വയ്യ. അങ്ങനെ സുഖദുഃഖങ്ങളിൽ സമനില പുലർത്തുന്നു. ക്ഷമാശാലിയായ ഭക്തൻ ഭഗവത് കാരുണ്യത്താൽ എന്ത് കൈവരുന്നുണ്ടോ അതുകൊണ്ട് സംതൃപ്തനാണ്. വളരെ പ്രയാസപ്പെട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിക്കാറില്ലാത്തത് കൊണ്ട് അയാൾ സദാ സന്തുഷ്ടനായിരിക്കും. ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരു തികഞ്ഞ യോഗിയുമാണ് അയാൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ദൃഢനിശ്ചയമുള്ളവനുമാണ്. വാദങ്ങൾക്ക് അയാളെ സ്വാധീനിക്കാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഭക്തിപൂർവകമായ സേവനത്തിൽ ഉറച്ച് അദ്ദേഹത്തെ ആർക്കും വ്യതിചലിപ്പിക്കാൻ പറ്റില്ല. സനാതനനായ പ്രഭു കൃഷ്ണനാണെന്ന് ഭക്തന് പൂർണ്ണ ബോധമുണ്ട്. അതിനാൽ അയാളെ ആർക്കും അസ്വസ്ഥനാക്കാൻ സാധിക്കുകയില്ലതാനും. ഈ വിശേഷങ്ങളെല്ലാം അയാളുടെ മനോബുദ്ധികളെ ഭഗവാനിൽ സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു. ഈ നിലവാരത്തിലുള്ള ഭക്തിയൂത സേവനം അസുലഭമാണ് എന്നതിൽ സംശയമില്ല. ഭക്തിയൂത സേവനത്തിന് വേണ്ടുന്ന എല്ലാ വിധിപൂർവക നിബന്ധനകളും അനുസരിക്കുന്നത് കൊണ്ട് മാത്രം ഭക്തൻ ആ നില കൈവരിക്കുന്നു. കൂടാതെ അങ്ങനെയുള്ള ഭക്തൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് കൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തികഞ്ഞ കൃഷ്ണ അവബോധത്തോടെ ചെയ്യുന്ന സകല കർമ്മങ്ങളിലും ഭഗവാൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം ഹരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാംബിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു
ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മൂഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഞാൻ ഭഗവത്ഗീത എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരുടെ കയ്യിലും ഭഗവത്ഗീത ബുക്കുണ്ട്. പിന്നെ എല്ലാവരും വളരെയധികം ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ശ്ലോകം ചൊല്ലാൻ വേണ്ടിയിട്ട് റെഡി ആയതുകൊണ്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എതിർച്ചയാ ഭഗവത്ഗീത എടുത്തപ്പോഴെല്ലാവരും വളരെയധികം എന്തൂസിയാസ്റ്റിക്കലി ശ്ലോകം ചൊല്ലാൻ മുന്നോട്ട് വന്നു. നമ്മുടെ ആവശ്യവും തന്നെയാണ്. നിങ്ങളെല്ലാവരും ശ്ലോകങ്ങൾ ചൊല്ലണം, നന്നായി ചൊല്ലണം. അത് ചൊല്ലിയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ഞാനൊന്ന് വിചാരിച്ചത്, ശരി ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 12-ാമത്തെ അധ്യായത്തിലെ 13, 14 ശ്ലോകം എടുക്കാം. അപ്പൊ നമ്മളിത് വായിച്ചു അല്ല, ഈ ശ്ലോകം നമ്മൾ വായിച്ചപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്? ഈ ശ്ലോകത്തിൽ എന്താണ് പറയണത്? അദ്വേഷ്ട. അദ്വേഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അസൂയ ഇല്ലാത്തവൻ. അസൂയ, അദ്വേഷ്ട. ഓരോരോ ശ്ലോകം, അല്ലാതെ ശ്ലോകത്തിന്റെ ഓരോരോ ഇത് നോക്കിക്കോളൂ, വേർഡ് ടു വേർഡ് മീനിങ് നോക്കിക്കോളൂ. അദ്വേഷ്ട, അസൂയയില്ലാതെ, സർവ എല്ലാവർക്കും, ഭൂതാനാം എല്ലാ ഭൂതങ്ങൾക്കും. അദ്വേഷ്ട സർവഭൂതാനാം. അവിടെ മനുഷ്യന്മാര് മാത്രമല്ല കേട്ടോ, എല്ലാ ഭൂതഗണങ്ങൾ, അതായത് എല്ലാത്തിനെയും കുറിച്ചാണ് പറയണത്. അവിടെ നാൽക്കാലികളുണ്ട്, ഇരുകാലികളുണ്ട്, നമ്മളെ മാതിരിയുള്ള എന്നെ മാതിരിയുള്ള ഇരുകാലികളുണ്ട്, അതേമാതിരി ചെടികളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം 54 ലക്ഷം ജീവജാലങ്ങളും ഉണ്ട്. ഇതെല്ലാം സർവഭൂതാനത്തിൽ പെടുന്നതാണ്. അപ്പോ ഈ സർവഭൂതങ്ങള് അദ്വേഷ്ട സർവഭൂതാനം, ഈ എല്ലാവരോടും നമുക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ആരോടും 84 ലക്ഷം ജീവജാലങ്ങളിൽ ആരോടും നമുക്ക് അസൂയ ഉണ്ടാവാൻ പാടില്ല. അദ്വേഷ്ട സർവഭൂതാനാം. പിന്നെ എന്താണ് ഉണ്ടാവേണ്ടത്? മൈത്രഹ. അവരോട് നമ്മള് ഫ്രണ്ട്ഷിപ്പോട് കൂടി പെരുമാറണം. പ്രഭു, ഞങ്ങൾ അങ്ങനെയൊക്കെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയാണ് പെരുമാറുന്നുണ്ട് പ്രഭു, അല്ലെ? നമ്മുടെ വീട്ടിൽ പട്ടികളൊക്കെ ഉണ്ട്. പട്ടികളോടൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പെരുമാറുന്നത്. അവര് നമ്മുടെ ബെഡൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട്, ഒക്കെ ആവാം. പക്ഷേ എല്ലാവരോടും എങ്ങനെയാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്? മൈത്ര, കരുണയോടുകൂടി പെരുമാറാൻ പറഞ്ഞിരിക്കും എന്ന് കരുതി നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ അവബോധം പൂർണ്ണമായിട്ടും അവരിലാവരുത്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു നായക്കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ നായക്കുട്ടീനെ വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും, അല്ലെ? അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ഒരുപാട് ഇതൊക്കെ കാണാലോ, യൂട്യൂബിലും അല്ലെങ്കിൽ റീൽസിലും ഒക്കെ കാണാൻ സാധിക്കും നമുക്ക്. നായക്ക് ഊട്ടി കൊടുക്കുന്നത്, നായയില്ലാതെ കിടക്കാൻ പറ്റുന്നില്ല, നായയുടെ കൂടെ കിടന്നുറങ്ങുന്നത്. ഇതിന്റെയൊക്കെ എന്താണ് പരിണാമം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കൂടുതലായിട്ട് എങ്ങനെയാണോ ഭരത് മഹാരാജ്, അദ്ദേഹം ബാബ നിലയിലുള്ള ഒരു ഭക്തനായിരുന്നു, അദ്ദേഹം ബാബ നിലയിൽ നിന്നും താഴെ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനനോടുള്ള ഒരു ചെറിയ ആകർഷണം കൊണ്ട്.
അതായത് ആ മാനിനെ അദ്ദേഹം വളർത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ്, അദ്ദേഹത്തിന്റെ അവബോധത്തില് എല്ലാ സമയത്തും അദ്ദേഹം മാനിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഭഗവാനെ മാറ്റി നിർത്തി. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് കൂടുതലാകുമ്പോൾ മൈത്ര അത്യാവശ്യമാണ്. നമ്മൾ വളരെ മൈത്രയോട് കൂടിയിട്ട് സ്നേഹത്തോടു കൂടി പെരുമാറണം. ഓക്കെ. സുഹൃത്ത്, മൈത്ര എന്ന് വെച്ചാൽ സുഹൃത്ത്. മൈത്ര കരുണ. കരുണ എന്ന് വെച്ചാൽ മെർസിഫുൾ, ദയാപൂർവം. അപ്പൊ ആദ്യത്തത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? അദ്വേഷ്ട, ആരോടും അസൂയയില്ലാതെ. അദ്വേഷ്ട സർവഭൂതാനാം. നിങ്ങൾ ഈ ശ്ലോകം കാണാതെ പഠിക്കാം, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്താൽ മതി. അപ്പൊ ആദ്യത്തെ ലൈന് നമുക്കൊന്നുകൂടി നോക്കാം. അദ്വേഷ്ട സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളോടും എല്ലാ ജീവജാലങ്ങളോടും, അതേമാതിരി സ്ഥാവര ജംഗമ വസ്തുക്കളോടും. ഈ നമ്മള് സർവഭൂതങ്ങളോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 84 ദശലക്ഷം ജീവജാലങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ജലജാനവലക്ഷാണി സ്ഥാവര ലക്ഷവിംശതി. ആ ശ്ലോകത്തില് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ആ ശ്ലോകം. എല്ലാവരും, ഐ ബിലീവ് നിങ്ങൾ എല്ലാവരും അത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഈ 84 ലക്ഷം ജീവജാലങ്ങൾ, അതില് ഉരകങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, മരങ്ങളുണ്ട്, എല്ലാം ഉൾപ്പെടും. ഈ എല്ലാത്തിനോടും കരുണയോടുകൂടി പെരുമാറണമെന്നാണ് പറയുന്നത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയവച. അതായത് അവരോട് മൈത്രയുണ്ടാവണം, കരുണയുണ്ടാവണം, അദ്വേഷ്ടത ഉണ്ടാവണം. ഇനി അടുത്തത്, അപ്പൊ ആദ്യത്തെ ലൈന് നമ്മൾ പഠിച്ചത് എന്താണ്? അദ്വേഷ്ട സർവഭൂതാനാം. രണ്ടാമത്തെ ലൈന് മൈത്ര കരുണ ഏവച. മൈത്രയുണ്ടായിരിക്കണം, കരുണയുണ്ടായിരിക്കണം. പിന്നെ അടുത്ത മൂന്നാമത്തെ ലൈന്, ഇപ്പൊ 2 ലൈന് ഓക്കെ ആണോ? അപ്പൊ ഈ 2 ലൈന് നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുസ്തകം വേണമെങ്കിൽ ഒന്ന് മടക്കി വെച്ചോളൂ. നിങ്ങളെല്ലാവരും ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതൊന്ന് മടക്കി വെച്ചിട്ട് ആദ്യത്തെ ലൈൻ നോക്കിക്കോളൂ ഒന്നും കൂടി. ആദ്യത്തെ ലൈൻ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ഇത് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്വേഷ്ട. അതുകൊണ്ടാണ് നമ്മൾ വേർഡ് ടു വേർഡ് മീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. പ്രഭുപാദ് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഈ വേർഡ് ടു വേർഡ് മീനിങ് തന്നിരിക്കുന്നുണ്ട്. അതേമാതിരി അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഈ ഭാവാർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. അതേമാതിരി വിവർത്തനവും അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം ക്യാപ്സ്യൂൾ ടൈപ്പിൽ ശീല പ്രഭുപാദ് തന്നിട്ടുണ്ട്. നമ്മൾ സമയാസമയത്തിന് ഈ ക്യാപ്സ്യൂൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതികത എന്ന് പറയുന്ന രോഗം നമ്മളിൽ നിന്നും ഇല്ലാതെയായിത്തീരും. ഓക്കെ. അപ്പോ അദ്വേഷ്ട സർവഭൂതാനാം. രണ്ടാമത്തെ ലൈനില്, ആദ്യത്തെ ലൈനിൽ നമ്മൾ പറഞ്ഞു അദ്വേഷ്ട സർവഭൂതാനാം. അദ്വേഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ ഇല്ലാത്തവനായി, നോൺ എൻവിയസ്. അപ്പോ അദ്വേഷ്ട സർവഭൂതാനാം. രണ്ടാമത്തെ ലൈന് മൈത്ര കരുണയേവച. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് മൈത്ര, രണ്ടാമത്തെ കാര്യം കരുണ. മൈത്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ട്ഷിപ്പ്, സുഹൃത്ത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? കരുണ. അപ്പൊ ആദ്യത്തെ ലൈന് അദ്വേഷ്ട സർവഭൂതാനാം, രണ്ടാമത്തെ ലൈന് മൈത്ര കരുണ ഏവച. അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്, മൈത്രയും കരുണയും. മൂന്നാമത്തെ ലൈന് നിർമ്മമോ നിരഹങ്കാര. അതായത് നിർമ്മമ, എന്റെ എന്നുള്ള ചിന്തയില്ലാതെ. നിർമ്മമ, മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ. നിർമ്മമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയല്ല എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്.
നിർമ്മമോ നിര അഹങ്കാര, പിന്നെ അഹങ്കാരമില്ലാതെ. മൂന്നാമത്തെ ലൈനില് നിർമ്മമ, എന്റെ എന്നുള്ള ഭാവമില്ലാതെ, പിന്നെ അഹങ്കാരമില്ലാതെ. നിർമ്മമോ നിരഹങ്കാര, നിർമ്മമോ നിരഹങ്കാര. ഒരേ ഒരു മിനിറ്റ്. എന്താ വെള്ളം? ഒരേ ഒരു മിനിറ്റ് തന്നെ, ഒരേ ഒരു മിനിറ്റ്. സോറി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിർമ്മമോ നിരഹങ്കാര, എന്റെയാണെന്നുള്ള ആ ചിന്തയില്ലാതെ, അഹങ്കാരമില്ലാതെ. അപ്പോ ഈ ക്വാളിറ്റീസ് ഒക്കെ നമ്മളിൽ ഉണ്ടാവണം കേട്ടോ. അതായത് ഇതാണ് ഉത്തമ ഭക്തന്മാർ, ഭക്തി ചെയ്യുന്നവരുടെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പ്രഭു, ഈ ലക്ഷണങ്ങളെല്ലാം ഞങ്ങളിലും ഉണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, അത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഭക്തിയിൽ മുന്നേറുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ, എന്റെ കയ്യിലൊന്നും ഈ ഗുണങ്ങളില്ല, നമുക്കൊന്നും ഈ ഗുണങ്ങളില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗുണങ്ങള് ഇൻവൈബ് ചെയ്യണം, നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പൊ നമുക്ക് അദ്വേഷ്ട സർവഭൂതാനാം, അസൂയ ഇല്ലാതിരിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തത്, എല്ലാവരോടും സുഹൃത്തായിരിക്കാൻ ശ്രമിക്കണം, അവരോട് കരുണയോടുകൂടി പെരുമാറണം. മൂന്നാമത്തെ കാര്യം, എന്റെയാണെന്നുള്ള ധാരണ ഉണ്ടാവരുത്. പിന്നെ അഹങ്കാരം ഒട്ടും ഉണ്ടാവാൻ പാടില്ല. ഇനി നാലാമത്തെ ലൈൻ എന്താണ്? സമദുഃഖ സുഖക്ഷമി. സമദുഃഖ സുഖക്ഷമി, അതായത് സുഖവും ദുഃഖവും, ഈ സുഖത്തിലും ദുഃഖത്തിലും സമദുഃഖ സുഖക്ഷമി ഈക്വൽ ആയിട്ട് ഇരിക്കണം. ദുഃഖം വന്നു കഴിഞ്ഞാൽ ഭഗവാനെ എനിക്കിങ്ങനെ തന്നല്ലോ എന്നുള്ള ചിന്തയോടെ അല്ലാതെ, ഭഗവാന്റെ അറേഞ്ച്മെന്റ് ആണ്, എനിക്കിതിനേക്കാൾ എന്തോ വലിയത് വരാനിരുന്നത് ഭഗവാൻ ചെറുതാക്കി. ഇനി സന്തോഷം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭഗവാൻ എല്ലാ സന്തോഷവും തന്നിരിക്കുന്നു, പക്ഷെ ഞാൻ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? അഹങ്കരിക്കാൻ പാടില്ല. ഇത് ഭഗവാന്റെ കരുണയാണ്. അപ്പോ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒരേ മാതിരി സമചിത്തതയോട് കൂടിയിട്ട് അങ്ങനെ ഇരിക്കുന്ന വ്യക്തികളാണ് ഉത്തമ ഭക്തന്മാരുടെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ ആദ്യം എന്താണ്? അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. അപ്പൊ ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ, ആരോടും അസൂയയില്ലാത്തവനായി എല്ലാവരോടും സുഹൃത്തിനെ പോലെയും അതേമാതിരി കരുണയോടുകൂടിയും പ്രവർത്തിക്കുന്നവൻ, നിർമ്മമോ എന്റെയാണെന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ, ഒരു അഹങ്കാരവുമില്ലാതെ, സുഖത്തിലും ദുഃഖത്തിലും ഒരേ മാതിരി നിൽക്കുന്നവൻ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ. പക്ഷെ പ്രഭുപാദ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചെങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഇതിന്റെ അന്തസത്ത ഈ ശ്ലോകത്തിന്റെ ഇതാണ് ഞാൻ പറഞ്ഞ മാതിരി.
അതേമാതിരി നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഈ ശ്ലോകങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് മെമ്മറി ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനഃപ്പാഠം ചെയ്യാൻ കഴിയും. ആരെങ്കിലും ഈ ഒന്നാമത്തെ ശ്ലോകം ഒന്ന് ട്രൈ ചെയ്യുന്നോ? നോക്കാതെ കേട്ടോ. ഹരേ കൃഷ്ണ പ്രഭു, നോക്കാതെ ചൊല്ലണ പ്രഭു. നോക്കാതെ ചൊല്ലി നോക്കണം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖാക്ഷമി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ. സർവഭൂതാനാം മൈത്രേ കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രേഹ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ പ്രഭു. വെരി ഗുഡ്. ഇത് ഒന്നും കൂടി നോക്കിക്കോളൂ. ഒരു മിനിറ്റ് മാതാജി, ഒരു മിനിറ്റ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖക്ഷമി. ഓക്കെ. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ ഒരു ശ്ലോകം നിങ്ങൾ പഠിച്ചിട്ടുള്ളവരുണ്ട് ഇതില്, എങ്കിൽ കൂടിയിട്ട് ഒരു ശ്ലോകം മറ്റുള്ളവർക്കും കൂടിയിട്ട് പഠിക്കാനുള്ള ഒരു പ്രേരണയായിരിക്കും നമ്മളങ്ങനെ ചൊല്ലുന്നതിന്റെ ഫലമായിട്ട്. അപ്പോ ആദ്യത്തെ ശ്ലോകം നമുക്ക് ഒരല്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ്? സന്തുഷ്ട സതതം യോഗി. സന്തുഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാല് സംതൃപ്തനാണ്. സതതം എല്ലായ്പ്പോഴും. യോഗി ഒരു ഭക്തൻ എല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ പ്രഭു. ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരല്പം വിഷമം ഉണ്ടാവാറുണ്ട്, നമുക്ക് കിട്ടിയില്ലുള്ളൂ വെച്ചിട്ട്. അല്ല, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കാർ ഇല്ലെങ്കിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാവുന്നില്ല. അടുത്ത വീട്ടിൽ കാറുണ്ട്. ഭക്തന്മാരുടെ അല്ലാട്ടോ ഞാൻ പറയണത്, അടുത്ത വീട്ടിലെ ആളുകളുടെയാണ് പറയണത്. ഭൗതികവാദികളെ കുറിച്ചാണ് പറയണത്. ഭക്തന്മാര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്നു. അപ്പോ സന്തുഷ്ട സതതം യോഗി, എല്ലായ്പ്പോഴും ഒരു ഭക്തൻ സന്തുഷ്ടനായിരിക്കണം.
എനിക്കതില്ലല്ലോ എനിക്കിതില്ലല്ലോ എന്നുള്ള കംപ്ലൈന്റ് വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ അറിയാം നമുക്ക് എന്താണ് ഏത് സമയത്ത് നൽകേണ്ടതെന്ന് പൂർണ്ണമായിട്ട് ഭഗവാൻ അറിയാം. നമുക്ക് ഈശോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. നമുക്ക് 108 ഉപനിഷത്തുക്കളുണ്ട്. അതിലൊരു ഉപനിഷത്താണ് ഈശോപനിഷത്ത്. ഈ ഈശോപനിഷത്തിൽ പറയുന്നുണ്ട് ആദ്യത്തെ ശ്ലോകത്തില്, ആർക്കെങ്കിലും അറിയോ ഈശോപനിഷത്തിന്റെ ആദ്യത്തെ ശ്ലോകം? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇല്ല ബ്രോ. ഓക്കെ, ഹരേ കൃഷ്ണ. ഈശോപനിഷത്തില് ആദ്യത്തെ ഒരു ശ്ലോകമുണ്ട്. അതിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഈസി ആയിട്ടുള്ളതാണ്, എല്ലാവർക്കും മനസ്സിലാക്കാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാകൃത സ്കശ്യസിദ്ധനം. ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൺട്രോളർ ഭഗവാനാണ്, അല്ലെങ്കിൽ എല്ലാതും ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ആ സാധനങ്ങള് ഭഗവാൻ ഓൾറെഡി നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. സമയാസമയം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ ആ സമ്പത്തിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും എന്താവാൻ പാടില്ല, അസൂയാലുക്കളാവാൻ പാടില്ല. സോറി, എന്റെ മലയാളം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കേട്ടോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറയണത്. അപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈശാവാസ്യം ഇതം സർവം. ഈശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ, ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കൺട്രോൾഡ്. ഭഗവാനാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നവൻ. ഭഗവാൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തരുന്നു. മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ കുറിച്ച് ഒരിക്കലും നമ്മൾ അസൂയാലുക്കളാവാൻ പാടില്ല. നമുക്ക് ലഭിച്ചതിന് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാകൃത കശ്യസിദ്ധനം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ശ്ലോകത്തില് 13, 14 ഭഗവത്ഗീതയില് എന്താണ് 14-ാമത്തെ ശ്ലോകത്തിൽ പറയണു, സന്തുഷ്ട സതതം യോഗി. ഒരു യോഗിക്ക് എന്താണോ ഉള്ളത് വെച്ച് സന്തുഷ്ടനായിരിക്കുക. യഥാത്മ ദൃഢനിശ്ചയ. പിന്നെങ്ങനെയാണ് വേണ്ടത്? യഥാത്മ എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് കൺട്രോൾഡ്, സ്വയം നിയന്ത്രണത്തോട് കൂടിയിട്ട് സെൽഫ് കൺട്രോൾഡ്. യഥാത്മ ദൃഢം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രോങ്. ദൃഢനിശ്ചയ അതായത് ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട്. യഥാത്മ ദൃഢനിശ്ചയ. എന്താണ് ചെയ്യേണ്ടത്? മയ്യർപ്പിത മനോബുദ്ധിർ. മയ്യർപ്പിത, എന്നിൽ നിന്റെ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുക. മയ്യർപ്പിത മനോബുദ്ധിർ. അപ്പൊ ആദ്യത്തെ ലൈന് സന്തുഷ്ട സതതം യോഗി. ആദ്യത്തെ ലൈൻ എന്താണ്? ഒരു യോഗി സർവം, അതായത് ഒരു യോഗി സദാസമയം സന്തുഷ്ടനായിരിക്കണം. സന്തുഷ്ട സതതം യോഗി. രണ്ടാമത്തെ ലൈന് എങ്ങനെയായിരിക്കണം? യഥാത്മ ദൃഢനിശ്ചയ.
യഥാത്മ എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് കൺട്രോൾഡ്, സ്വയം നിയന്ത്രിച്ചുകൊണ്ട്. യഥാത്മ ദൃഢ നിശ്ചയ, ഉറച്ച തീരുമാനത്തോടുകൂടി, അതായത് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യണം? മയ്യർപ്പിത മനോബുദ്ധിർ, ഭഗവാനിൽ. മൈ എന്ന് വെച്ച് കഴിഞ്ഞാല് മാം, എന്നിൽ. മയ്യർപ്പിത മനോബുദ്ധിർ, മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെയുള്ള വ്യക്തികള് യോ മദ് ഭക്ത സമേ പ്രിയ, ഇങ്ങനെയുള്ള ഭക്തന്മാര് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അവരെനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഇത് ഭഗവാൻ പറയുന്നതാണ്, സാധാരണ ആളുകൾ പറയണതല്ല. അപ്പൊ നമ്മള്, അതായത് ഒരു ഉത്തമ ഭക്തന്റെ ക്വാളിറ്റി, ഉത്തമ ഭക്തന്മാരെ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ഉത്തമ ഭക്തന്മാരായി കഴിഞ്ഞാൽ നമ്മളിൽ ഇറങ്ങി നമ്മൾ ഭക്തന്മാരാണെന്ന് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ്, ഞാൻ ഭക്തനാണ് എന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ക്വാളിറ്റീസ് എന്നിലുണ്ടോ? ഈ ക്വാളിറ്റീസ് എന്നിൽ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് നിങ്ങളിൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹയർ പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്നത്, നിങ്ങൾ ഉത്തമ ഭക്തന്മാരുടെ ലെവലിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഇനി ഈ ക്വാളിറ്റികൾ നമ്മളില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ക്വാളിറ്റികൾ നമ്മളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇൻവൈബ്, ഇത് നമ്മളിൽ ഇൻവൈബ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. ആർട്ടിഫിഷ്യലായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ആർട്ടിഫിഷ്യലായിട്ടേ വരുള്ളൂ. പക്ഷെ പതുക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ മാറിയിട്ട് അത് പെർഫെക്റ്റ് ആയിത്തീരും. അങ്ങനെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ആ സ്റ്റേജ്, അതാണ് ഉത്തമ ഭക്തന്മാരുടെ സ്റ്റേജ്. അതായത് ഈ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കുന്നവന്മാരാണ് ഉത്തമ ഭക്തന്മാര്. ഇങ്ങനെയുള്ള ഉത്തമ ഭക്തന്മാര് ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ്. നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് അറിയേണ്ടത്. അതായത് നമുക്കെല്ലാവർക്കും അറിയണം, അതായത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഉത്തമ ഭക്തന്മാരായിട്ട് ഭഗവത് ധാമത്തിലേക്ക് പോകണം. അപ്പൊ ഈ ഭഗവത് ധാമത്തിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ചില ക്വാളിറ്റീസ്, ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. ഈ ഗുണങ്ങൾ നമ്മൾ ഇൻവൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എൻട്രി കിട്ടുള്ളൂ. അല്ലാതെ എല്ലാവർക്കും, അതായത് ഇപ്പൊ ഒരു ഓഫീസിൽ പോകുമ്പോൾ അവിടെ വർക്കേഴ്സിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? ഒരു ID കാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ID കാർഡ് ഉള്ളവരെ മാത്രമേ ആ ഓഫീസിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ ആ ഓഫീസിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതേമാതിരി പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാമ്രാജ്യമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിലേക്ക് നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ ഈ ക്വാളിറ്റീസ് നമ്മളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എൻട്രി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയാം, നമുക്ക് പ്രിറ്റൻഡേഴ്സ് ആവാം, നാട്യക്കാരാവാം. നമുക്ക് ഞാനും ഭക്തനാണെന്നുള്ള നാട്യത്തോട് കൂടിയിട്ട് പെരുമാറാം. അങ്ങനെ പെരുമാറിയിട്ട് ഒരു ഗുണവുമില്ല, നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നാട്യം, ആ പ്രിറ്റൻഡേഴ്സിനെ ഒരിക്കലും ഭഗവാൻ അപ്രീഷിയേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രിറ്റൻഡേഴ്സ് ആവണ്ട, നമുക്ക് ഉത്തമ ഭക്തന്മാരായി തീരാം. കാരണം വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രീല പ്രഭുപാദിന്റെ പുസ്തകങ്ങളുണ്ട്. എങ്ങനെ ഉത്തമ ഭക്തന്മാരായി തീരാൻ സാധിക്കുമെന്ന് ശ്രീല പ്രഭുപാദ് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പർപ്പട്ടിലൂടെയും അദ്ദേഹത്തിന്റെ ഭാവാർത്ഥത്തിലൂടെയും അദ്ദേഹത്തിന്റെ വിവർത്തനത്തിലൂടെയും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ക്യാപ്സ്യൂൾ ടൈപ്പിൽ നമുക്ക് തന്നിരിക്കുന്നതാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് നോക്കി കണ്ടുപിടിച്ച് കൊണ്ടൊന്നും വരണ്ട. ഇതെല്ലാം വളരെ നമ്മുടെ കൈക്കുള്ളിൽ തന്നിരിക്കുന്നുണ്ട്. ഇത് നമ്മളിൽ ഇൻവൈബ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമത്തില്
എൻ്റർ ആവുള്ളൂ, അല്ലെങ്കിൽ എൻട്രി കിട്ടുള്ളൂ നമുക്ക്. ഇത് ശ്രീമദ് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ഈ ക്വാളിറ്റീസ് നിങ്ങളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മളിലൊന്നും ക്വാളിറ്റീസ് ഇല്ല. അപ്പൊ ഈ ക്വാളിറ്റീസ് പതുക്കെ പതുക്കെ നമ്മളിൽ പ്രാക്ടീസ് ചെയ്ത് ഈ ക്വാളിറ്റീസ് എല്ലാം നമ്മളിൽ ഉണ്ടാക്കി ഭഗവാന് പ്രിയപ്പെട്ടവരായി തീരാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും സംശയങ്ങളില്ല? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഈ നമ്മുടെ ഈ പറഞ്ഞ ശ്ലോകത്തില് വൈരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വൈരം ഉണ്ടായത് വേറൊരാള്, അയാൾക്ക് എന്നോട് വൈരം ഉണ്ടായത്. അപ്പൊ ഇത് ഭാഗവതത്തില് വൈരം വേറൊരു അർത്ഥം ഇല്ലേ പ്രഭു? വൈരാഗ്യം അതൊക്കെ വരുന്നത്? തീർച്ചയായിട്ടും. അതായത് ഭാഗവതത്തിൽ ഒരു വേർഡിന് തന്നെ, സംസ്കൃതത്തിൽ ഒരു വേർഡിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വൈരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അർത്ഥത്തിലാണ് നമ്മുടെ നാട്ടില് ഡയമണ്ട് എന്ന് പറയുന്നതിന്. അതേമാതിരി വൈരം തന്നെയല്ലേ ഡയമണ്ട്? അത് വജ്രമാണോ ഡയമണ്ട്? വജ്രം. ഓക്കെ. വൈര്യം എന്ന് പറയില്ലേ? ഓക്കെ. അപ്പോ സംസ്കൃതത്തില് ഒരുപാട് ഓരോരോ വാക്കിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് ആ കണ്ടന്റ്, എന്താണ് പറയണത്, ആ സാഹചര്യത്തിനനുസരിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. സമതുഷ്ട അതൊന്ന് പറയണം. സന്തുഷ്ട. സമതുഷ്ടാണോ സന്തുഷ്ടാണോ വേണ്ടേ? സന്തുഷ്ടാണ് ഈ ശ്ലോകത്തിലുള്ളത്. സന്തുഷ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് പറയണത്, സെൽഫ് സാറ്റിസ്ഫൈഡ്, സംതൃപ്തി എന്ന് പറയും. സന്തുഷ്ടനായി, നമ്മളൊക്കെ ഭക്ഷണം കഴിഞ്ഞാൽ സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ സന്തോഷമായി, എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നില്ല നമ്മൾ. ഇനി നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും തരികയാണെങ്കിൽ സന്തോഷമായോ മതിയോ, എനിക്ക് സന്തോഷമായി എന്ന് പറയുന്നില്ല. ആ ഒരു അവസ്ഥ സന്തുഷ്ട സതതം യോഗി. അപ്പോ സന്തുഷ്ടനായിട്ട്, സംതൃപ്തനായിട്ട് എന്നർത്ഥം. ഉള്ളത് കൊണ്ട് സംതൃപ്തനാവുക എന്നർത്ഥം. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കേട്ടോ. ഭക്തന്മാര് സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ജീവിതം വളരെ ലളിതമായിരിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിന് കോംപ്ലിക്കേറ്റ് ആവുമ്പോൾ, കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, നമ്മളിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. തീർച്ചയായിട്ടും നമുക്കൊരു കാറ് വാങ്ങണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മന്ത്ലി ഇൻകം വീടിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പറ്റുന്നുള്ളൂ. ഇനി ഒരു കാറ് വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ജോലി ചെയ്യേണ്ടി വരും. ഒരു 3 മണിക്കൂർ എക്സ്ട്രാ ജോലി ചെയ്ത് കഴിഞ്ഞെങ്കിലേ എനിക്ക് ഈ കാറിന്റെ EMI അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെച്ച് ചെയ്യാണ്. നമുക്ക് ആ സന്തോഷം ഇല്ല, അവിടെ സംതൃപ്തി ഇല്ല, നമുക്ക് അത് വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രെച്ച് ചെയ്യുന്നു. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള കാര്യം ചെയ്യാൻ പോവാണ്. നേരെ മറിച്ച് ഉള്ളത് കൊണ്ട്, എനിക്ക് കാറില്ല, 2 വീലറേ ഉള്ളൂ, ഞാൻ സന്തോഷവാനാണ്, എനിക്കത് മതി, ഉള്ളത് വെച്ച് ഞാൻ സന്തോഷമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ ജീവിതം ലളിതമാവും. നമ്മൾ ജീവിതം ഒരിക്കലും കോംപ്ലിക്കേറ്റ് ആവില്ല. അപ്പൊ നമ്മൾ EMI അടയ്ക്കാതെ ഇത് ആ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാവില്ല. നമ്മൾ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്ങിലോട്ട് പോയി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് സന്തുഷ്ടി എന്ന് പറയണത്. സംതൃപ്തനായിരിക്കുക, ഉള്ളത് വെച്ച് സംതൃപ്തനാവുക. അത് ഭഗവാൻ അറേഞ്ച് നമുക്ക് അത്രേ ചെയ്തിട്ടുള്ളൂ എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക.
ഈശ്വരന്റെ കൃപയാൽ അല്ലെങ്കിൽ കൃഷ്ണന്റെ കൃപയാൽ ഇതാണ് എന്റെ ശമ്പളം, അല്ലെങ്കിൽ ഉള്ളത് വെച്ച് ഞാൻ സന്തോഷവാനാണ്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരണം. അതാണ് സന്തുഷ്ട എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.